And West Asia, Israel. A severe storm has swept across the country and occupied the West Bank, bringing heavy rain, flooding and യെരുശലേമിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അത് കാരണം ലോകമെമ്പാടുമുള്ള ആളുകൾ ഞെട്ടലോടെ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ മുമ്പെങ്കും ഇല്ലാത്ത രീതിയിലുള്ള കൊടുങ്കാറ്റ് വീശിയടിച്ചത് കാരണം ആ വിശുദ്ധ നഗരം വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഈ സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത ആ വാർത്തകൾ വരുന്നത്. നഗരത്തിന് മുകളിലെ ആകാശത്തിന്റെ നിറം തന്നെ മാറി. ആർക്കും വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. ഇതൊക്കെ വെറും കാലാവസ്ഥ വ്യതിയാനം മാത്രമാണോ, അതോ യെരുശലേം നമുക്ക് തരുന്ന മുന്നറിയിപ്പാണോ ഇത് എന്ന് ലോകമെമ്പാടുമുള്ളവർ ചോദിക്കാൻ തുടങ്ങി. ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഓരോ കാര്യവും വിരൽ ചൂണ്ടുന്നത് ബൈബിളിലേക്കാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നൂറ്റാണ്ടുകളായിട്ട് സുവർണ കവാടം, അതായത് ഗോൾഡൻ ഗേറ്റ് അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ഒലിവുമലയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വാതിലുള്ളത്. ഒരു പ്രത്യേക സമയത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെ ഈ വാതിൽ അടഞ്ഞു കിടക്കുന്നു. സന്ദർശകർക്ക് ഇത് വെറും ഒരു കല്ലും കഥകും ചരിത്രവും മാത്രമാണ്. പക്ഷേ ബൈബിൾ അറിയാവുന്നവർക്ക് ഈ വാതിൽ വലിയൊരു അടയാളമാണ്. ആ അടയാളം സംഭവിക്കാതിരിക്കാനായിട്ട് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ തലവൻ ഈ വാതിൽ കെട്ടി ഉറപ്പിച്ചുവെന്ന് ചരിത്രം പറയുന്നു. പക്ഷേ ഇനി ഇത് തുറക്കുന്നത് ലോകത്തുള്ള ഏതെങ്കിലും ഒരു രാജാവോ പ്രസിഡന്റുമാരോ വലിയ സൈന്യങ്ങളോ അല്ല. എഹെസ്കേൽ 44-ാം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഈ കവാടം തുറക്കാതെ അടച്ചിട്ടിരിക്കണം, ആരും അതിലൂടെ കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി കടക്കുകയാൽ അത് അടച്ചിട്ടിരിക്കണം എന്ന്. ഈ വാതിലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് അവിടെ വരുന്ന തീർത്ഥാടകർ പറയുന്നുണ്ട്. ഈ ഗേറ്റിന്റെ അടുത്ത് നിന്ന് കാഹളം പോലെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നും ആ ഗേറ്റിന്റെ ഭാഗത്ത് വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നും. യേശു മടങ്ങി വരുമ്പോ ഒലിവുമല പിളർക്കുമെന്ന് ബൈബിൾ പറയുന്നു. അതിന്റെ തുടക്കമാണോ ഇതെന്ന് അവിടെ വരുന്ന തീർത്ഥാടകരും ലോകമെമ്പാടുമുള്ളവർ ചോദിക്കുന്നു. ഈ വാതിലിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലിടാം, കാണാത്തവർ കാണുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ശേഷം വലിയ മഴയും പെയ്തു. ആരും ചിന്തിക്കാത്ത രാത്രിയിലായിരുന്നു മഴ പെയ്തത്. അത് കാരണം ഭയങ്കര വെള്ളക്കെടുതികളുണ്ടായി. വലിയ നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ശേഷം വെള്ളം വറ്റി തുടങ്ങിയപ്പോ യെരുശലേം പഴയതുപോലെ ആയിരുന്നില്ല. നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ തൊഴിലാളികൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അടിഞ്ഞുകൂടിയ ചെളികൾക്ക് താഴെ വിചിത്രമായ കല്ലുകൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആദ്യം അതൊരു പണ്ടത്തെ തറയുടെ ഭാഗമായിരിക്കുമെന്നാണ് തോന്നിയത്. എന്നാൽ കൂടുതൽ മണ്ണ് മാറ്റി ക്ലീൻ ചെയ്ത സമയത്ത് അത് വ്യക്തമായി വന്നു. കൊത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പണ്ടത്തെ ഒരു അറ കണ്ടെത്തി. മണ്ണുകൊണ്ട് മൂടപ്പെട്ട ആ സ്ഥലത്ത് നിന്ന് പുരാതനമായ മരപ്പെട്ടികളും നിധികളും ഖനനം ചെയ്ത സംഘം കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇരുമ്പ് പട്ടകൾ കൊണ്ട് ഉറപ്പിച്ച വെള്ളം തട്ടി നിറമങ്ങിയ ഇരുണ്ട പെട്ടികളായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള വസ്തുക്കളുടെ കഷ്ണങ്ങൾ, പഴയ നാണയങ്ങൾ, കൊത്തുപണികൾ, രാജകീയ മുദ്രകൾ എന്നീ കാര്യങ്ങൾ ആ പെട്ടിയിൽ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. യെരുശലേം മുഴുവനും ഐതിഹ്യങ്ങളും അവശിഷ്ടങ്ങളും അഭ്യൂഹങ്ങളുമാണ്. അവിടെ കണ്ടെത്തുന്ന കാര്യങ്ങളെല്ലാം ഒരൊറ്റ രാജ്യവുമായിട്ട് മാത്രം നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റില്ല. എങ്കിലും ഈ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെ ലോകമെമ്പാടുമുള്ള ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. കാരണം അവിടെ ഇത് കണ്ടെത്തിയ സമയത്ത് പറഞ്ഞ പേര് ദാവീദ് എന്നായിരുന്നു. വേദപുസ്തകം അനുസരിച്ച് ദാവീദ് യെരുശലേം പിടിച്ചടക്കി അതിനെ രാജാവിന്റെ നഗരമാക്കി. 2 ശമൂവേൽ 5-ാം പറയുന്നു, ദാവീദ് സിയോൻ കോട്ട പിടിച്ചടക്കി, അത് തന്നെ ദാവീദിന്റെ നഗരം എന്ന്. അതൊരു രാഷ്ട്രീയ തലസ്ഥാനം മാത്രമല്ല, അത് ഉടമ്പടിയുടെയും ആരാധനയുടെയും രാജ്യത്വത്തിന്റെയും പ്രവചനത്തിന്റെയും ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കണ്ടെത്തിയ പെട്ടികളും നിധികളും വെറും പുരാതന സംഭരണശാലകൾ മാത്രമാണെങ്കിൽ കൂടി യെരുശലേമിന്റെ ചരിത്രവും എത്രത്തോളം ആഴമുള്ളതാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ കണ്ടെത്തലിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ദാവീദിന്റെ കാലഘട്ടത്തേക്ക് നീളുന്നുണ്ടെങ്കിൽ ആ വെള്ളപ്പൊക്കം വെറും കല്ലുകൾ മാത്രമല്ല പുറത്തു കൊണ്ടുവന്നത്, ആ രാജ്യത്തിന്റെ കുഴിച്ചു മൂടപ്പെട്ട ഓർമ്മകൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഈ നിമിഷം ഇത്ര ശക്തമായി ലോകമെമ്പാടുമുള്ളവർ പറയുന്നത്. കൊടുങ്കാറ്റ് മുകളിലുള്ള കാര്യങ്ങളെല്ലാം നശിപ്പിച്ചു, പക്ഷേ ആ നഗരത്തിന്റെ അകത്ത് മറഞ്ഞിരുന്ന ചരിത്രം ഇത് കാരണം ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെ പറയാം. ഇതിനുശേഷം ഒരു മുന്നറിയിപ്പ് പോലെ ഒരു ചുവന്ന മഞ്ഞ് യെരുശലേമിന് മുകളിൽ വന്നു മൂടി. രാവിലെ മുതൽ വായു മഞ്ഞ് മൂടിയതുപോലെയായിരുന്നു. വല്ലാത്തൊരു മണവും ഉണ്ടായിരുന്നു അതിന്. അവിടെ ഉണ്ടായിരുന്നവർക്ക് വായിൽ വരൾച്ചയും തൊണ്ടയിൽ എരിച്ചിലും നെഞ്ചിൽ വല്ലാത്തൊരു ഭാരവും അനുഭവപ്പെട്ടു. ആളുകളെ പോലും വ്യക്തമായി കാണാൻ പറ്റില്ലായിരുന്നു. ആ മഞ്ഞിലൂടെ പഴയ നഗരമതിലൊക്കെ തിളങ്ങുന്നത് പോലെ അവർക്ക് തോന്നി. അന്ന് സൂര്യൻ ഉണ്ടായിരുന്നു, പക്ഷെ പ്രകാശം കുറവായിരുന്നു. ആ വെളിച്ചം നഗരത്തിന് ചൂട് നൽകിയില്ല. അവിടെ മുഴുവൻ മൂടൽ മഞ്ഞ് പോലെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ മുഖത്ത് മാസ്ക് ഒക്കെ ഇട്ടാണ് യാത്രകൾ ചെയ്തത്. വിനോദസഞ്ചാരികളെല്ലാം തന്നെ യാത്രകൾ കുറച്ചു. ഈ സമയത്ത് തന്നെ വലിയ മേഘം യെരുശലേമിനെ മൂടാൻ തുടങ്ങി. അത് കാരണം അവിടെ വലിയ ഇരുട്ടുണ്ടായി.
തെരുവുകളിൽ വലിയ കാറ്റും വീശാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാ, ഇത്ര ശക്തമായ കാറ്റ് വീശി എന്നിട്ട് പോലും യെരുശലേമിന് മുകളിലുണ്ടായിരുന്ന മേഘങ്ങൾ അനങ്ങിയില്ല. അത് പഴയ നഗരത്തിന്റെ മുകളിൽ വിലാപ മതിലിനും ടെമ്പിൾ മൗണ്ടിന് മുകളിൽ ഒരു മൂടി പോലെ ഉറച്ചു നിൽക്കുന്നതായിട്ട് തോന്നി എന്നാണ്. ഈ സമയത്ത് തന്നെ വിചിത്രമായ കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ തുടങ്ങി. കറുത്ത കാക്കകളും മലങ്കാക്കകളും ഒരു പരിഭ്രാന്തതയോടെ നഗരത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. അത് വിലാപ മതിലിന് മുകളിലൂടെയും ഡോം ഓഫ് ദ റോക്കിന്റെ മുകളിലൂടെയും കുന്നുകൾക്ക് മുകളിലൂടെയും വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ തുടങ്ങി. അതിന്റെ കരച്ചിൽ ആ സമയത്ത് ആ വായുവിൽ ഒരു മുന്നറിയിപ്പിന്റെ അലാറങ്ങൾ പോലെ മുഴങ്ങിയെന്ന് അവർ പറയുന്നു. ഈ സമയത്ത് പക്ഷികൾ ആ വിചിത്രമായ ആകാശത്ത് പല രീതിയിലുള്ള വൃത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പറന്നു. ആർക്കും കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. അവിടുത്തെ അന്തരീക്ഷം തന്നെ എല്ലാം പറയുന്നുണ്ടായിരുന്നു. ശാസ്ത്രജ്ഞർ ഇത് മരുഭൂമിയിലെ പൊടിയോ കൊടുങ്കാറ്റ് കാരണമുണ്ടായ ഈർപ്പമെന്നോ മലിനകരമോ കാലാവസ്ഥ മാറ്റമോ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അവർ പറയുന്നതായിരിക്കാം ശരി. ചിലപ്പോൾ കൊടുങ്കാറ്റ് വന്ന ശേഷം വന്ന ആ പ്രഷർ കാരണമായിരിക്കാം പക്ഷികൾ അങ്ങനെ ചെയ്തത്. എന്നാൽ ആ പക്ഷികൾ യെരുശലേമിന് മുകളിൽ വട്ടമിട്ട് പറക്കുമ്പോൾ വരേണ്ട ലോഹഗന്ധമുള്ള ആ വായു ശ്വസിച്ച് അവിടെ നിന്ന് പലർക്കും അതിലും ആഴമുള്ള ചില കാര്യങ്ങൾ അനുഭവപ്പെട്ടു. ലൂക്കോസ് 21:25 പറയുന്നു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ചിഹ്നങ്ങൾ ഉണ്ടാകും എന്ന്. ഇതൊന്നും ലോകാവസാനത്തിന്റെ തെളിവല്ല. ഇത് കണ്ട് പേടിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ പലർക്കും ഇത് ആകാശത്തിന് കുറുകെ എഴുതിയ ഒരു മുന്നറിയിപ്പ് പോലെ തോന്നി എന്നാണ് പറയുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം എങ്ങോട്ടാണ് നമ്മെ നയിക്കുന്നത് എന്ന്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് യുദ്ധങ്ങൾക്കും നാശത്തിനും ഭയത്തിനും അനിശ്ചിതത്വങ്ങൾക്കും യെരുശലേം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എങ്കിലും ഓരോ തലമുറയിലൂടെ കടന്നു പോകുമ്പോഴും ആ വിശുദ്ധ നഗരത്തിൽ നിന്ന് ഒരിക്കലും അപ്രത്യക്ഷപ്പെടാത്ത ഒരു കാര്യമുണ്ട്. അതാണ് പ്രാർത്ഥന. ഒരുപക്ഷെ ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. ഭയമോ പരിഭ്രാന്തിയോ അവസാനമില്ലാത്ത ഊഹാഭോഹങ്ങളോ അല്ല, മറിച്ച് വിശ്വാസമാണ് വേണ്ടത്. കാരണം യെരുശലേമിന് ചുറ്റും നടക്കുന്ന വിചിത്രമായ സംഭവങ്ങൾ, അസാധാരണമായ അടയാളങ്ങൾ, വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ, ലോകമെമ്പാടും പടരുന്ന അനിശ്ചിതത്വം എന്നിവ കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് നിരാശയും ഭയവും തോന്നാൻ സാധ്യതയുണ്ട്. ഭാവിയെക്കുറിച്ച് ഇന്ന് പലരും പേടിക്കുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ വർദ്ധിക്കുന്നത് അവർ കാണുന്നു. ദുരന്തങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് അവർ കാണുന്നുണ്ട്. തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്ത് സമ്മർദ്ദവും ഭിന്നതയും അന്ധകാരവും പടരുന്നത് അവർ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഭയത്തോടെ ജീവിക്കാനായിട്ട് ബൈബിൾ ഒരിക്കൽ പോലും വിശ്വാസികളോട് പറയുന്നില്ല. ഈ യുദ്ധത്തിന്റെ സമയങ്ങളിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കാൻ ബൈബിൾ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 122:6 പറയുന്നു, യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക എന്ന്. ആ വാക്യം ഒരു നഗരത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൽപ്പന മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ഇപ്പോഴും വലിയ ശക്തിയുണ്ട് എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. ലോകം അസ്ഥിരതയാണെന്ന് തോന്നുമ്പോൾ പ്രാർത്ഥന വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയായി മാറുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യാശ കൈവിടാനുള്ള സമയമല്ല. ഇത് ദൈവത്തോട് കൂടുതൽ അടുക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വിശ്വസിക്കാനും ഭയത്തിൽ നിന്ന് അകന്നു നിൽക്കാനും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഓർമ്മിക്കാനുള്ള സമയമാണ്. കാരണം ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നടന്നത് ഏറ്റവും ഇരുണ്ട സമയങ്ങളിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ജലപ്രളയം ഉണ്ടായ സമയത്ത് ദൈവം നോഹയെ രക്ഷിച്ചു. സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ സംരക്ഷിച്ചു. മരിക്കാറായി എന്ന് വിചാരിച്ച് ശിഷ്യന്മാർ പേടിച്ച സമയത്ത് യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. പ്രതിസന്ധികളുടെ സമയത്ത് ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിക്കില്ല എന്ന് ദൈവം ഓരോ തവണയും തെളിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആളുകൾ ഇപ്പോൾ കേൾക്കേണ്ട ഏറ്റവും വലിയ സന്ദേശവും ഇതുതന്നെയാണ്. ലോകത്തിൽ സംഭവിക്കുന്ന അടയാളങ്ങൾ നോക്കി നിൽക്കാൻ മാത്രമല്ല, സ്വന്തം ഹൃദയങ്ങളെ പരിശോധിക്കാനും ക്ഷമിക്കാനും പ്രാർത്ഥിക്കാനും സമാധാനം അന്വേഷിക്കാനും സമയമുള്ളപ്പോൾ തന്നെ ദൈവത്തിൽ വിശ്വസിക്കാനും നാം തയ്യാറാകണം. കാരണം ഭാവി എത്രത്തോളം അനിശ്ചിതത്വത്തിലാണെങ്കിലും ഓരോ രാജ്യത്തിനും ദുരന്തത്തിനും ഭയത്തിനും ഇതേ ദൈവം പരമാധികാരിയായി തന്നെ തുടരുന്നുവെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ലോകം മാറി എന്ന് വരാം, രാജ്യം ചിതറിപ്പോയി എന്ന് വരാം, പക്ഷേ ദൈവം മാറുന്നില്ല. ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിട്ട ചരിത്രവുമില്ല എന്നതാണ് സത്യം. ഈ ലോകത്ത് നാം ഇന്ന് കാണുന്ന അടയാളങ്ങളെല്ലാം നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല, അത് നാം ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും ലോക സമാധാനത്തിനും ജ്ഞാനത്തിനും ലോകമെമ്പാടും ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്പസമയം കണ്ടെത്തുക. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.